ഹലോ എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് RTA ആപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ആൾറെഡി കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് ചെറിയ വണ്ടിയുടെ വീഡിയോയും കാണണം, എന്നിട്ട് RTA ഹസാർഡ് വീഡിയോയും നിങ്ങൾ കാണണം. കണ്ട ശേഷം നമ്മൾ RTA ആപ്ലിക്കേഷനിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഈ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, എനിക്ക് ഞാൻ എൻ്റെ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ഇട്ടിട്ടില്ല, ഞാനൊരു ലെക്ചറായിട്ട് തന്നിട്ടേ ഉള്ളൂ. അന്ന് നിങ്ങൾ ഇത് കാണും, ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും, എങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണാൻ എൻ്റെ ചാനലിൽ പോയി അലക്സ്കോശി, അതിനകത്ത് നിങ്ങൾ ഈ വീഡിയോസിൽ സെക്ഷനകത്ത് പോവുക. വീഡിയോ സെക്ഷനകത്ത് ഇത് കിടക്കുന്നുണ്ട്, RTA തിയറി ടെസ്റ്റ്, സിഗ്നൽ ടെസ്റ്റ്, ദുബായ് ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഈ മലയാളത്തിൽ കാണണം. RTA തിയറി ടെസ്റ്റ്, സിഗ്നൽ ടെസ്റ്റ് ഇൻ മലയാളം, അത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കാണുമോ. പിന്നെ ഈ RTA ഹസാർഡ് പ്രിസെപ്ഷൻ ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ പോകണം. നിങ്ങളുടെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾ പോകുമ്പോൾ അതിനകത്ത് അവിടെ ടൈപ്പ് ചെയ്യണം RTA ദുബായ്. അതൊരു ആപ്ലിക്കേഷനാണ്. RTA ദുബായ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ആൾറെഡി എൻ്റെ കയ്യിൽ ഇൻസ്റ്റാൾ ആയതുകൊണ്ട് ഞാൻ അതിനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ആകുമ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ആകുമ്പോൾ ഫസ്റ്റ് ഇതിനകത്തൊരു ടാബ് ഉണ്ട്, ഡ്രൈവേഴ്സ് ആൻഡ് ലൈസൻസിങ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഒരു ടാബ് ഓപ്പൺ ആവും. അതിനകത്ത് പ്രാക്ടീസ് തിയറി ടെസ്റ്റ് എന്ന് കാണും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രാക്ടീസ് തിയറി ടെസ്റ്റ് സ്റ്റാർട്ട് ആവും. അന്നേരം നമുക്ക് പല ലാംഗ്വേജിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. സെലക്റ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, അറബിക്, ഉറുദു, ചൈനീസ്, ഫാർസി, ബംഗ്ല, ഹിന്ദി, റഷ്യൻ, തമിഴ്. അന്നേരം നമ്മളിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന്. അന്നേരം ഇതിൻ്റെ താഴെ കിടക്കുന്നുണ്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ട്രക്ക്, ബസ്, മോട്ടോർ സൈക്കിൾ, ലൈറ്റ് ബസ്. അന്നേരം ഈ ട്രക്കും ബസ്സും പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മൾ തീർച്ചയായും ലൈറ്റ് മോട്ടറും കൂടെ പ്രാക്ടീസ് ചെയ്യണം. മോട്ടോർ സൈക്കിൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും ലൈറ്റ് മോട്ടറും കൂടെ പ്രാക്ടീസ് ചെയ്യണം. ലൈറ്റ് ബസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലൈറ്റ് മോട്ടർ പ്രാക്ടീസ് ചെയ്യണം, അതിനുശേഷം ലൈറ്റ് ബസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അന്നേരം അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം ലൈറ്റ് മോട്ടറാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അന്നേരം നമുക്ക് കണ്ടിന്യൂലോട്ട് ക്ലിക്ക് ചെയ്യാം. ബിഗിൻ ടെസ്റ്റ്, 35 ക്വസ്റ്റ്യൻ 30 മിനിറ്റ്. അന്നേരം നമ്മൾ പടം കാണുക, അതിനകത്ത് പിക്ചർ നോക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ വായിക്കുക, നമ്മൾ കറക്റ്റ് ആൻസർ അതിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഓടിച്ച് കാണിക്കുക എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓടിച്ച് ഞാൻ പോവുക, എങ്കിൽ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കാൻ നിന്നാൽ ഒരുപാട് സമയമാവും. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അതും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നിങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പല ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും. ഓക്കെ, അങ്ങനെ നമുക്ക് 35 ക്വസ്റ്റ്യനും ഞാൻ ഇതിങ്ങനെ ചെയ്തിട്ട് ആൻസർ കൊടുത്തതിന് ശേഷം നമ്മൾ 35ാമത്തെ ക്വസ്റ്റ്യൻ എത്തുമ്പം ഫിനിഷ് എന്ന് ബട്ടൺ ചെയ്യണം. അങ്ങനെ അതിനകത്ത് സബ്മിറ്റ് ടെസ്റ്റ് ഉണ്ട്, റിവ്യൂ ഓൾ ആൻസർ ഉണ്ട്. സബ്മിറ്റ് ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിവ്യൂ ഓൾ ആൻസർ. ഇപ്പം ഞാൻ സബ്മിറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അന്നേരം നമ്മൾ ഇപ്പം സബ്മിറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പാസ്സായിരിക്കുകയാണ്. നമ്മൾ റീസ്റ്റാർട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ റീസ്റ്റാർട്ട് ടെസ്റ്റ് ചെയ്യാം. വ്യൂ ആൻസറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ തെറ്റ് പറ്റി കറക്റ്റ് ഏതാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ വ്യൂ ആൻസറിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഈ പച്ചയായിട്ടുള്ള എല്ലാം കറക്റ്റാണ്, ചുവപ്പ് തെറ്റിപ്പോയി. അന്നേരം ഞാൻ ചുവപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ ചുവപ്പ് ഞാൻ കൊടുത്ത ആൻസറാണ്, പച്ച അത് ശരിയായ ആൻസറാണ്. അന്നേരം അതിൻ്റെ അടിയിലുണ്ടോ ബാക്ക് ടു റിവ്യൂ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത നോക്കാം ഏതാ തെറ്റിയത്. 10ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റ്, ശരിയായ ആൻസർ എന്താ, ആ പച്ചയാണ് ശരിയായ ആൻസർ, അതിനെ കാണാതെ പഠിക്കുക. അങ്ങനെ ഓരോ തെറ്റായുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിന് കറക്റ്റ് ആൻസർ നോക്കി കാണാതെ പഠിക്കാം. ഇങ്ങനെ ഈ ടെസ്റ്റ് ഒരു 10-50 വട്ടം 10-20 വട്ടം ഈ ടെസ്റ്റ് നമുക്കൊരു 10-20 വട്ടം ചെയ്യുമ്പോൾ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് ദിസ് ചാനൽ. താങ്ക് യു.